ഹായ് ഗൈസ്. സോ നമ്മുടെ സോങ് ലിസ്റ്റ് നമുക്ക് കാണുന്നുണ്ട് നമ്മുടെ സ്ക്രീനിൽ. ലിസ്റ്റ് ഓഫ് സോങ്സ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ സക്സസ്ഫുള്ളി ഡിലീറ്റ് ചെയ്യാനും പറ്റി. ഒരു എക്സാമ്പിൾ, ഞാൻ ടെസ്റ്റ് സോങ് 19th ആഗസ്റ്റ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവുന്നുണ്ട്, സോങ് ഡിലീറ്റ് ആവുന്നുണ്ട്. എന്നിട്ട് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ സോങ് പോയിട്ടുണ്ട്. ഇത് വേറെ സോങ്ങാണ്. ഇത് 19 ആഗസ്റ്റ് ഡിലീറ്റ് ചെയ്യാം, എന്നിട്ട് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ സോങ് പോയിട്ടുണ്ട് ആക്ച്വലി. സോ ഇത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മാനുവലിയാണ് റീലോഡ് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ കേസിൽ. സോ ഇന്ന് അതാണ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ സെഷനിൽ, എങ്ങനെ നമുക്കത് ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. ഇപ്പം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സോങ് ക്രിയേറ്റ് .jsൽ നമ്മളിതൊരു ഒരു തരത്തിൽ നമ്മളിത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്താ, റീഫെച്ച് ക്വറീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ലിസ്റ്റ് ഓഫ് സോങ്സ് കിട്ടും. ഓക്കെ, സോ ഈ സമയത്ത് ഞാൻ ഈ അപ്രോച്ചല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ ചെറിയൊരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ കേസിൽ സോങ് ലിസ്റ്റിൽ നമ്മൾക്കറിയാം ഈ മ്യൂട്ടേഷൻ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് അതെന്താ ചെയ്യുക, അതൊരു പ്രോമിസാണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അത് പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഡോട്ട് ദെൻ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ചെയിനാണല്ലോ, ഡോട്ട് ദെൻ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ. ഓക്കെ, സോ ഇത് എപ്പോഴാണ് എക്സിക്യൂട്ട് ആവുകയെന്ന് വെച്ചാൽ ഡോട്ട് ദെൻ. സോ ഇത് എപ്പോഴും എക്സിക്യൂട്ട് ആവുമെന്ന് വെച്ചാൽ ഈ മ്യൂട്ടേഷൻ സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ആയ ശേഷം കൺട്രോൾ തിരിച്ച് പ്രോമിസ് റിട്ടേൺ ചെയ്യും. എന്നിട്ട് ഡോട്ട് ദെനിൽ ഇവിടേക്ക് കൺട്രോൾ വരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാൻ റീഫെച്ചിന് ചെറിയൊരു വ്യത്യാസം വരുത്താണ്. ഇവിടെ ഞാൻ പറയുകയാണ് ആ ക്വറീസൊക്കെ റീഫെച്ച് ചെയ്യാൻ പറഞ്ഞിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഡാറ്റ ഡോട്ട് റീഫെച്ച്. ഓക്കെ, എന്നിട്ട് ഞാൻ സെമിക്കോളൻ കൊടുത്തു. ഓക്കെ, ഇതാണ് ഞാൻ വിളിക്കുന്നത്. സോ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ കമ്പോണൻറ്റിൽ ഓട്ടോമാറ്റിക്കലി ആഡ് ആവുന്നതാണ്. ഓക്കെ, എവിടുന്ന് ആഡ് ആവണമെന്ന് വെച്ചാൽ ഈ GraphQL ടാഗ്, എവിടെ നിന്നുള്ള റിയാക്ട് അപ്പോളോ എന്നുള്ള GraphQL ടാഗിൽ നിന്ന് അത് ഓട്ടോമാറ്റിക്കലി ആഡ് ആവുന്നതാണ്. ഓക്കെ, സോ ഇത് വിളിക്കുമ്പോൾ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഡാറ്റയിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട്. അതിലൊരു ഫങ്ഷനാണ് റീഫെച്ച് എന്നുള്ളത്. സോ റീഫെച്ച് ഫങ്ഷൻ ഓട്ടോമാറ്റിക്കലി അതെന്താ വെച്ചാൽ എക്സിക്യൂട്ട് ചെയ്യും ആ ക്വറീസൊക്കെ. ഈ കമ്പോണൻറ്റ് സോങ് ലിസ്റ്റ് കമ്പോണൻറ്റിലൊക്കെ എന്തൊക്കെ ക്വറീസ് ഉണ്ടോ അതൊക്കെ എന്ന് വെച്ചാൽ ഈ കമ്പോണൻറ്റിൽ എന്തൊക്കെ ക്വറീസ് അസോസിയേറ്റഡ് ഉണ്ടോ ആ ക്വറീസ് ബേസിക്കലി ഇത് റീഫെച്ച് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ എന്നിട്ട് നമുക്ക് നോക്കാം വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ സേവ് ചെയ്തു, സക്സസ്ഫുള്ളി ബിൽഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ടെസ്റ്റ് സോങ് 1301 എന്ന് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യാണ്. അത് ഡിലീറ്റ് ചെയ്തു, ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ഞാൻ ഈ റീഫെച്ച് പോയ ഈ സോങ് ക്രിയേറ്റ് എന്നുള്ളത് നമ്മൾ റീഫെച്ച് ക്വറീസ് എന്ന ഓപ്ഷൻസ് യൂസ് ചെയ്യാണ്ട് ഞാൻ എന്തുകൊണ്ടാണ് പ്രോപ്സ് ഡോട്ട് ഡാറ്റ ഡോട്ട് റീഫെച്ചിലേക്ക് പോയെന്നുള്ളത് പറയാം. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ എവിടെയാണോ ഈ നമ്മുടെ ക്വറി അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പെർട്ടിക്കുലർ കമ്പോണൻ്റായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റീഫെച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കത്തിയില്ലാന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാനത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾക്ക് സോങ് ക്രിയേറ്റ് കമ്പോണൻ്റ് ഉണ്ട്. സോങ് ക്രിയേറ്റ് കമ്പോണൻറ്റിൽ നമ്മൾ ഒരു ക്വറി അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്നത് അത് ഈ സോങ് ലിസ്റ്റ് കമ്പോണൻ്റായിട്ട് അസോസിയേറ്റ് ചെയ്യാത്തൊരു ക്വറിയാണ്. അതുകൊണ്ടാണ് ഞാൻ റീഫെച്ച് ക്വറീസ് യൂസ് ചെയ്യുന്നത്. ഈ സോങ് ലിസ്റ്റ് കമ്പോണൻറ്റിൽ ഈ ക്വറി ഓൾറെഡി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ കമ്പോണൻറ്റിൻ്റെ ഉള്ളിൽ. സോ അങ്ങനെ അസോസിയേറ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഐഡിയലി ഇത് യൂസ് ചെയ്യുന്നത്, എന്താ പറയുക, റീഫെച്ച് ക്വറി യൂസ് ചെയ്യുന്നത്. മറ്റേത് ഈ റീഫെച്ച് ക്വറീസ് ബേസിക്കലി ആ ക്വറി ഈ കമ്പോണൻ്റായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ റീഫെച്ച് ക്വറീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് യൂസ് ചെയ്യേണ്ടി വന്നത്. ഇവിടെ ബേസിക്കലി എന്താ പറ്റണമെന്ന് വെച്ചാൽ ആ ക്വറി ഈ കമ്പോണൻ്റായിട്ട് ഓൾറെഡി അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്, നമുക്കിവിടെ റീഫെച്ച് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഈ വീഡിയോ. ഓക്കെ,
സോ ഇനി റീഫെച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യാൻ കാരണം ഇത് കുറച്ചും കൂടി സിമ്പിളാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് വേ ആണ് ക്വറീസൊക്കെ റീറൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ റീഫെച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ഡിലീറ്റ് വർക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ കേരള എക്സ്പ്രസ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡിലീറ്റ് ആയി. സോ നമ്മുടെ സ്ക്രീൻസ് വർക്ക് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ CSS ഒന്ന് കുറച്ച് മോഡിഫൈ ചെയ്യാം. അതെങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സിൽ മെൻഷൻ ചെയ്യുക. എന്നെ കൊണ്ട് അറിയുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ താങ്ക്സ് ലോട്ട്, ബൈ.